PHP വേദിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് ഇന്ന് സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ ഹാജരായേക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നേതൃത്വം നൽകുന്ന കൊളീജിയത്തിന് മുമ്പാകെയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദ്വേഷ പ്രസംഗം സംബന്ധിച്ച് യാദവിന് കൊളീജിയം മുമ്പാകെ വിശദീകരിക്കേണ്ടി വരും. സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകാനുണ്ട്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അന്ന. സ്വാതി, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിലാണ്, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് SK യാദവിന്റെ ഈ പരാമർശം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും വലിയ വിമർശനങ്ങൾ ഉണ്ടാകും. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പരാമർശം ഉന്നത സ്ഥാനത്തിരിക്കുന്ന, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇന്ന് കൊളീജിയത്തിന് മുമ്പാകെ ഹാജരാകാനുള്ള കർശനമായ നിർദ്ദേശമുണ്ട്. അലഹബാദ് ഹൈക്കോടതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ അലഹബാദ് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു സുപ്രീം കോടതി. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും നടപടി ഉണ്ടാകാനുള്ള സാധ്യതകളുള്ളത്. ഇംപീച്ച്മെന്റിനുള്ള ശ്രമങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. അഭിഭാഷക സംഘടനകളും പ്രതിപക്ഷവും ഒക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതും ഈ കൊളീജിയം നടപടിക്ക് ശേഷമായിരിക്കുമല്ലോ. തീർച്ചയായും അന്ന പറഞ്ഞ പോലെ തന്നെ ഈ യാദവിൻ്റെ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ പാർലമെൻറ്റിലടക്കം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു പിന്നാലെ ഇംപീച്ച് നടപടികളിലേക്കൊക്കെ തന്നെയും പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇംപീച്ച് നടപടികളുടെ ഭാഗമായി അല്ലെങ്കിൽ ഉടൻ തന്നെ അത്തരത്തിൽ അന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ചും ഒരു ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിൽ വലിയ വിമർശനം നേരിടുന്ന സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി കൊളീജിയം ഇദ്ദേഹത്തെ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകുമ്പോൾ ഈ പരാമർശത്തിൽ വലിയൊരു വിശദീകരണം എന്തായാലും ഈ കൊളീജിയത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടി വരും. ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് പറയേണ്ടി വരും. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ടുള്ള കപിൽ സിബൽ അടക്കം ഇംപീച്ച്മെന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നടപടിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം യാദവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ VHP വേദിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഭൂരിപക്ഷങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് രാജ്യം മുന്നോട്ട് നീങ്ങേണ്ടി വരും എന്നുള്ള ഏറ്റവും ഗുരുതരമായ പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം പാർലമെന്റിലടക്കം നിരവധി പ്രതിപക്ഷ എം പിമാർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയൊരു വിവാദത്തിലേക്ക് എത്തുന്നതും. അതിനു പിന്നാലെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും കർശനമായ നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് അദ്ദേഹം വ്യക്തമാക്കേണ്ടി വരും. ഏത് സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു വിശദീകരണം നൽകാത്ത പക്ഷം അതിനെതിരെയും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പ്രതിപക്ഷവും അതോടൊപ്പം ബാർ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇംപീച്ച്മെന്റ് നടത്തണം എന്നുള്ള ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് സുപ്രീം കോടതി കൊളീജിയത്തിന് മുന്നിൽ ഇദ്ദേഹം ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അന്ന. അതെ, അതുതന്നെയാണ്. ഇന്ന് കൊളീജിയത്തിൻ്റെ നടപടി എന്താണ് എന്നതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത. ഇംപീച്ച്മെൻറ്റ് ഉണ്ടാകുമോ എന്നതൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ അറിയിക്കേണ്ടിയിരിക്കുന്നു. സ്വാതി തുടരണം. സ്വാതിയിലേക്ക് തന്നെ വരേണ്ടതുണ്ട് മറ്റൊരു വാർത്തയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി. ആ വാർത്ത, പാർലമെന്റ് വാർത്ത, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആയിരിക്കും ബില്ല് അവതരിപ്പിക്കുന്നത്. ലോക്സഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുക എന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ബില്ല് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി BJP എല്ലാ എംപിമാർക്കും വിപ്പ് നൽകിയിരുന്നു. എല്ലാ എംപിമാരും സഭയിൽ ഉണ്ടാകണമെന്നാണ് BJP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്വാതി, തെരഞ്ഞെടുപ്പ് വിവിധ ഘട്ടങ്ങളിലായി നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചെലവ്, ഈ തെരഞ്ഞെടുപ്പിനെടുക്കുന്ന സമയം, അതൊക്കെ കുറയ്ക്കുക എന്നതൊക്കെയാണ് ഭരണപക്ഷം അവകാശപ്പെടുന്ന ഇതുകൊണ്ടുള്ള ഗുണം എന്ന് അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങളെ അപ്പാടെ നിരാകരിക്കുന്നതാണ് ഈ നിലപാട് എന്ന് കൃത്യമായി തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നതിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ആ പ്രതിഷേധം അവർ മുൻപും അറിയിച്ചിട്ടുള്ളതാണ്. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ വിഷയം വിടാനുള്ള സാധ്യത എത്രയാണ്?
അന്ന, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഈ പാർലമെന്റിൽ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ ആകെ താറുമാറാക്കുന്ന തരത്തിലുള്ള ബില്ലാണ് ഇത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു, നിരന്തരമായി ആരോപിക്കുന്നു. എന്നാൽ BJP അവകാശപ്പെടുന്നത് ഈ പ്രക്രിയകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെ നടപടിക്രമങ്ങൾ ചുരുക്കുന്നതിനും ഏറ്റവും എളുപ്പമായി നടത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവരുന്നത്. അത് രാജ്യത്തിനും അതോടൊപ്പം തന്നെ പൗരന്മാർക്കും ഏറ്റവും ഉപകാരപ്രദമാകും എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ തന്നെയാണ് കേന്ദ്രത്തിൻ്റെയും BJPയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ നിരന്തരമായി വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഈ ബില്ല് സഭയിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച കൊണ്ടുവരുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ചില സാങ്കേതിക തകരാറുകൾ മൂലം ഈ നടപടിക്രമങ്ങളിൽ നിന്ന്, അജണ്ടയിൽ നിന്ന്, ലിസ്റ്റിൽ നിന്ന് ഇത് നീക്കം ചെയ്യുകയായിരുന്നു. എന്നാൽ ഇന്ന് ഇത് അവതരിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിയമമന്ത്രിയായിരിക്കും ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് എല്ലാ MP-മാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാവരും പാർലമെന്റിൽ ഉണ്ടാവണം എന്നൊരു ആവശ്യം തന്നെ BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇന്നും സഭയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ തന്നെയും BJP ആ നിലപാടുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം BJPയും കേന്ദ്ര സർക്കാരും ആവർത്തിക്കുന്നത്. അതേസമയം ഈ ബില്ലിൽ വലിയ തരത്തിലുള്ള പോരായ്മകൾ ഉണ്ട് എന്നതും ഇത് ജനാധിപത്യ സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്നടക്കമുള്ള വാദങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മറ്റ് നിയമവിദഗ്ധരുടെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ ബില്ല് ഇന്ന് അവതരിപ്പിക്കുമ്പോൾ വലിയ പ്രതിഷേധത്തിന് എന്തായാലും ലോക്സഭ വേദിയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെയും ഒരു സർക്കാർ 6 മാസത്തിൽ വീണാലോ മറ്റോ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ, ഭൂരിപക്ഷം നഷ്ടപ്പെടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഒരു 4.5 വർഷത്തേക്ക് ആ സംസ്ഥാനത്ത് ഒരു സർക്കാർ ഇല്ലാതാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ലോക്സഭയിൽ അവതരിപ്പിച്ചാലും 362 MP-മാരുടെ പിന്തുണ വേണം. NDAക്ക് 297 MP-മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെയും SP സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ പിന്തുണ ഇതിൽ ആവശ്യമാണ്. അവരുടെ ഒരു നിലപാടുകൾ എന്താകാനുള്ള സാധ്യതകളാണ് എന്നുകൂടി പറയണം. തീർച്ചയായും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ എതിർക്കാൻ തന്നെയായിരിക്കും SP-യും അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ, പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഈ ബില്ല് അവതരിപ്പിക്കുക എന്നതിലുപരി ഇത് പാസ്സാക്കി എടുക്കുക എന്നുള്ളത് വലിയ ഒരു കടമ്പ തന്നെയാണ്. പ്രതിപക്ഷം കഴിഞ്ഞ തവണ ഉള്ളതുപോലെയല്ല, പ്രതിപക്ഷം വലിയ ശക്തിയോടെ മുന്നോട്ട് പോവുകയും അങ്ങത്തും വളരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബില്ല് അവതരണം ഉണ്ടാകുമെങ്കിലും ഇതിൻ്റെ മുന്നോട്ടുള്ള നടപടിക്രമങ്ങളിൽ വലിയ കടമ്പകളൊക്കെ തന്നെയും ഉണ്ട്. മാത്രമല്ല ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അത് JPCക്ക് വിടും എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ആ JPCക്ക് വിടാനുള്ള ആവശ്യമൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതും. JPCക്ക് വിട്ടതിന് ശേഷം വലിയ നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഇതിന്മേലൊരു തീരുമാനം ഉണ്ടാവുക. 2034 ഈ ബില്ല് കൊണ്ടുവരുമെന്നാണ് പ്രതിപക്ഷവും അതോടൊപ്പം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ വലിയ പ്രതിഷേധം ഉയരുന്നതിൽ വലിയ ആശങ്ക BJPക്ക് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അവസാന സമയത്തേക്ക്, കാരണം ഡിസംബർ 20 പാർലമെന്റ് സമ്മേളനം അവസാനിക്കുകയാണ്. ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന സമയത്തേക്ക് ഈ ബില്ല് പെട്ടെന്ന് അവതരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബില്ല് അവസാന നിമിഷം വരെ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യം ഈ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മാത്രമാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് തന്നെ കേന്ദ്ര സർക്കാർ പോയിട്ടുള്ളത്. എന്തായാലും ബില്ല് ഇന്ന് സഭയിൽ അവതരിപ്പിക്കുമ്പോൾ വലിയ പ്രതിഷേധം തന്നെ ഉയരുമെന്നുള്ളതിൽ തർക്കമില്ല. അതെ. അടുത്ത മണിക്കൂറുകൾ തീർച്ചയായും സ്വാതിക്ക് തിരക്ക് പിടിച്ച മണിക്കൂറുകളായിരിക്കും. SK യാദവിന്റെ വാർത്ത വരാനുണ്ട്. പാർലമെന്റിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വാർത്തകളുമായി വീണ്ടും ഫ്രെയിമിൽ സജീവമാവുക.